ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, സന്തോഷമുള്ള ഈ നല്ല ദിവസത്തിനായിട്ട് ദൈവത്തെ വാഴ്ത്തുന്നു. ഈ നല്ല ദിവസവും നമുക്ക് ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം നമ്മുടെ കർത്താവ് സ്വർഗത്തിൽ നിന്ന് കനിവാർന്ന് തരുമെന്നുള്ള പ്രതീക്ഷയോടെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരികയും നമ്മുടെ സങ്കടങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിക്കുകയും നമ്മൾ പോകേണ്ടുന്ന വഴി കാണിച്ചു തരികയും ഒരിടത്ത് പോലും നമ്മൾ ചതിക്കപ്പെടാതിരിക്കേണ്ടതിന് ആലോചന പറഞ്ഞു തന്നും ദൃഷ്ടി നമ്മുടെ മേൽ വെച്ചും എല്ലാം വഴി നടത്തുന്ന മഹാദൈവത്തിന് നന്ദിയോടെ സ്തോത്രവും സ്തുതിയും മഹത്വവും കരയറ്റിക്കൊണ്ട് ദൈവവചനം കേൾപ്പാൻ തൽപരരായി പ്രതീക്ഷയോടിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുവേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ആത്മീയ ആലോചനയിലേക്ക് നിങ്ങളെ സാദരം ക്ഷണിക്കുന്നു. ചിന്തയ്ക്ക് ആധാരമായി 1 ശമൂവേൽ 24 അധ്യായം 15 വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. 1 ശമൂവേൽ 24 അധ്യായം 15 വാക്യം. ആകയാൽ യഹോവ ന്യായാധിപനായി എനിക്കും നിനക്കും മധ്യേ ന്യായം വിധിക്കുകയും എൻ്റെ കാര്യം നോക്കി വ്യവഹരിച്ച് എന്നെ നിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുകയും ചെയ്യുമാറാകട്ടെ. ഒന്നുകൂടെ ഞാൻ പ്രധാന ഭാഗം പറയാം. എൻ്റെ ദൈവം എൻ്റെ കാര്യം നോക്കി വ്യവഹരിച്ച് എന്നെ നിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുകയും ചെയ്യുമാറാകട്ടെ. 1 ശമൂവേൽ 24 അധ്യായത്തിൽ നിന്നാണ് ഇന്നലെയും നമ്മളൊരു വാക്യം വായിച്ച ചില കാര്യങ്ങൾ ഓർത്തത്, ചിന്തിച്ചത്. അതുകൊണ്ട് അതിൻ്റെ പശ്ചാത്തലം വീണ്ടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഈ വാക്യം തെളിഞ്ഞു വരണമെങ്കിൽ 2 വാക്ക് പറയാതിരിക്കാനും നിവൃത്തിയില്ല. ശൗല് ദാവീദിനെ തേടി കാട്ടിലൂടെ വലിയ സഞ്ചാരം നടത്തുകയാണ്. അങ്ങനെ ഒരു ഗുഹയ്ക്കകത്ത് ശൗല് ദാവീദിനെ തപ്പിച്ചെല്ലുന്ന വേളയിൽ ആ ഗുഹയ്ക്കകത്ത് ഒന്ന് കാൽമടക്കത്തിന് അഥവാ ഒരല്പസമയം വിശ്രമത്തിന് കയറിയപ്പോൾ ആ ഗുഹയ്ക്കകത്ത് ദാവീദ് ഉണ്ടായിരുന്നത്രേ. ലോകചരിത്രത്തിലെ ഇതുപോലത്തെ ഒരു കഥകളിലും വായിക്കാത്ത അത്രയ്ക്ക് ഇൻട്രസ്റ്റഡ് ആയിരിക്കുന്ന ദൈവിക പ്ലാനിൽപ്പെട്ട പദ്ധതികൾ. ഇതാരും കാലേക്കുട്ടി പ്ലാൻ ചെയ്തതല്ല. ഇതിൻ്റെയൊക്കെ തിരക്കഥ ദൈവമാണ് സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ ശത്രുവിനെ പോലെ പെരുമാറുന്നവനെ കയ്യിൽ കൊണ്ട് കിട്ടിയിട്ടും ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ ദാവീദ് ശൗലിനെ പുറത്തു വിടുന്നു. ശൗല് ദാവീദിനെ കാണാതെ ദൈവം മറയ്ക്കുന്നു. എന്തു വേണമെങ്കിലും ചിന്തിക്കാം. അതിനൊക്കെ ശേഷം ദാവീദ് ശൗലിനോട് പറയുന്ന ചില വാക്കുകളാണ് ഈ പറയപ്പെട്ട വാക്യങ്ങളുടെ പശ്ചാത്തലങ്ങളൊക്കെ കാണാൻ കഴിയുന്നത്. ഈ 15 വാക്യത്തിനകത്ത് ദൈവത്തെക്കുറിച്ചുള്ള തിട്ടമായിരിക്കുന്ന മനോബോധം, അങ്ങനൊരു വാക്ക് തന്നെ ബൈബിളിലുണ്ട്. ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം എന്ന വാക്ക് എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ചുള്ള കൃത്യമായ, എനിക്ക് ദൈവം ആരാണ്, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്ന് മനസ്സിൻ്റെ ഉറപ്പ്, അതാണ് മനോബോധം. ഇവിടെ ദാവീദിന് കഷ്ടതയും പ്രയാസവും ബുദ്ധിമുട്ടാണെങ്കിലും ശത്രു കയ്യെത്താവുന്ന ദൂരത്ത്, വേണ്ട കൈക്കുമ്പിളിൽ വന്ന് പെട്ടെങ്കിലും ഇല്ലാതാക്കുന്നവൻ വാളും കയ്യിൽ വെച്ചുകൊണ്ട് സ്വന്തം തലയിണക്കീഴിൽ മൂർക്കം പാമ്പ് ചുറ്റിക്കിടക്കുന്നത് പോലെ ഒരു ഗുഹയ്ക്കകത്ത് ഈ ശൗല് ദാവീദിൻ്റെ തൊട്ടടുത്ത് വന്ന് കയറിക്കിടന്നെങ്കിലും ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ ദൈവം രക്ഷിച്ചപ്പോൾ ആ നിർണയത്തിനകത്ത് നിന്നുകൊണ്ട് ദാവീദ് പറയുന്ന വാക്കാണ് 15 വാക്യത്തിനകത്ത്. ദൈവത്തെക്കുറിച്ച് 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ 15 വാക്യത്തിൽ ദാവീദ് മറച്ചു വെച്ചിട്ടുണ്ട്. 5 ഒന്നും വിശദീകരിക്കാൻ നേരമില്ലെങ്കിലും 5 ഒന്ന് പറയാം ശ്രദ്ധിക്കുന്നവർക്ക് വേണ്ടി. എന്താണ് 5 കാര്യങ്ങൾ? അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. ആകയാൽ യഹോവ ന്യായാധിപനായി. ഇപ്പോൾ 1ാമത്തെ കാര്യം, ന്യായാധിപനായ ദൈവം. 2, എനിക്കും നിനക്കും മധ്യേ ന്യായം വിധിക്കുന്നു. ദൈവം അങ്ങ് ന്യായാധിപനായിരിക്കുന്നു എന്നതിനേക്കാൾ ഉപരി എനിക്കും നിനക്കും മധ്യേ എന്ന് പറഞ്ഞാൽ എനിക്കൊരു വിഷയം ഉണ്ടായാൽ അതിൻ്റെ മധ്യേ നമുക്ക് 2 പേർക്കും തമ്മിലൊരു പ്രശ്നമുണ്ടാകുമ്പോൾ അത് ന്യായം വിധിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉടനെ ഒരുത്തനെ കൊന്നു കളയുന്നതല്ല. പ്രഥമ ദൃഷ്ടിയ നമ്മൾ ചിന്തിക്കേണ്ടത് ദൈവം ന്യായം വിധിച്ചു എന്ന് പറഞ്ഞാൽ ഏതാണ്ടും ഇല്ലാതാക്കിയെന്നുള്ള അർത്ഥം പെട്ടെന്ന് മനസ്സിൽ വരുന്നത്. അങ്ങനെ പെട്ടെന്ന് ചിന്തിക്കരുത്. അറ്റ കൈക്ക് ഒരുവനെ ഒഴിവാക്കേണ്ടി വന്നാൽ ദൈവം ചെയ്യും. പക്ഷേ ദൈവം നടത്തുന്ന ന്യായവിധി അല്ലെങ്കിൽ ന്യായാധിപത്യം, ന്യായപാലനം എന്നൊക്കെ പറഞ്ഞാൽ പ്രശ്നങ്ങൾ 2 കക്ഷികൾ തമ്മിലുണ്ടെങ്കിൽ അതിനിടയിൽ കയറി പറഞ്ഞു തീർക്കും.
യോബാന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനകത്ത് ഒരിക്കൽ പറഞ്ഞൊരു വാക്കുണ്ട്. വലിയ കലഹം പലരുമായിട്ടുണ്ടായപ്പോൾ, പ്രത്യേകിച്ച് സ്നേഹിതന്മാരെന്ന് പറയുന്നവർ വന്ന് തർക്കവും വാദവും ഒക്കെ ഉണ്ടാക്കിയപ്പോൾ, ഒരു ദിവസം യോബ് ഇരുന്ന് പറയുന്നുണ്ട്, ഞങ്ങളെ തമ്മിലൊന്ന് പറഞ്ഞു തീർക്കാൻ വേണ്ടി ഞങ്ങളുടെ ഇടയിൽ ഒരു മധ്യസ്ഥനെയും കാണുന്നില്ല. എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ പ്രശ്നമുണ്ടാകുന്നു, അപ്പനും മക്കളുമായിട്ട് പ്രശ്നമുണ്ടാകുന്നു, ഭാര്യയും ഭർത്താവുമായിട്ട് പ്രശ്നമുണ്ടാകുന്നു, വിശ്വാസിയും സഭാ നടത്തിപ്പുകാരുമായിട്ട് പ്രശ്നമുണ്ടാകുമ്പോൾ ഇതിനിടയിൽ കയറി പക്ഷം പിടിക്കാനല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നിട്ട് കമൻറ്റ് പറയാനല്ല, ഇവരെ രണ്ടുപേരും കൂടി പിടിച്ചിരുത്തി നിങ്ങളെന്തായി കാണിക്കുന്നത്, നിങ്ങൾ ദൈവമക്കളല്ലേ എന്ന് ശാസനയുടെയും തർജ്ജനത്തിൻ്റെയും രൂപത്തിൽ പറഞ്ഞ് കാര്യങ്ങൾ തീർക്കാൻ ഇവരിൽ സ്വാധീനമുള്ള ഒരു ന്യായാധിപനും അഥവാ ഒരു മധ്യസ്ഥനും ഇടനിലക്കാരനെയും കാണുന്നില്ല എന്നത് ഇയ്യോബിൻ്റെ ഒരു വലിയ പ്രശ്നമായിരുന്നു ഇയ്യോബിൻ്റെ കാലഘട്ടത്തിൽ. ഇന്നും അങ്ങനെ തന്നെ പ്രിയപ്പെട്ടവരെ. അഭിപ്രായം പറയാനും കുറ്റം പറയാനും പക്ഷം പിടിക്കാനും നമ്മുടെ പക്ഷത്ത് ചേർന്ന് നിന്ന് നമ്മളോടും പ്രതിയോഗിയുടെ പക്ഷത്ത് ചേർന്ന് പ്രതിയോഗിയോടും പറയാനാണ് കൂടുതലും ആളുകൾ. അങ്ങനെയല്ലേന്ന് ഓർത്തു നോക്കി. നമ്മളെ കാണുമ്പോൾ അയ്യോ നിന്നോട് ഇത് പുള്ളി അങ്ങനെ ഒന്ന് കേട്ടിട്ടുണ്ടെന്നൊക്കെ നമ്മൾ അപ്പുറം കൊണ്ട് പറയും, ഈ പുള്ളിയുടെ കയ്യിലിരിപ്പോൾ അങ്ങനെയാണ് അവരോടും പറയും. അങ്ങനെ മറുകണ്ഠം ചാടിയും ഇരുതോണിയിൽ കാല് വെച്ചും രണ്ടുപേരുടെ പക്ഷം പിടിച്ചും അവനവൻ്റെ ഇമേജ് കളയാതെ, പ്രശ്നത്തിൽ ഇടപെടാതെ, ഒരു ന്യായപാലനം ചെയ്യാതെ, ഒരു മധ്യസ്ഥനാകാതെ, നമുക്ക് വേണ്ടപ്പെട്ടവർ പോലും, നമ്മുടെ മേലെ അധികാരമുള്ളവർ പോലും മൈൻഡ് ചെയ്യാതെ വിഷയം വഷളാക്കി വലിച്ചു നീട്ടിക്കൊണ്ടിരിക്കുന്നതാണ് പൊതുവിലെ തത്വം. എന്നാൽ ദൈവത്തിൻ്റെ പ്രത്യേകത, രണ്ടുപേർ തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ ദൈവം ആ വീട്ടിൽ വരും. മോശയോട് ചോദിച്ചാൽ പറയും, മിരിയാം ഒരു ദിവസം മോശ കൂശ്യ സ്ത്രീയെ വിവാഹം കഴിച്ചെന്ന് പറഞ്ഞിട്ട് ചുമ്മാ വീട്ടിൽ കിടന്ന് പ്രശ്നമുണ്ടാക്കി. ആരും അപേക്ഷ കൊടുത്തിട്ടല്ല, കോടതിയിൽ കൊണ്ട് ഈ പെറ്റിഷൻ കൊടുത്തതുപോലെ പെറ്റിഷൻ കൊടുത്തിട്ടല്ല, ദൈവം ആ വിഷയത്തിനകത്ത് ഇടപെട്ടു ന്യായപാലനം ചെയ്തു, ന്യായവിധി നടത്തിയെന്ന്. ഇന്ന് ദൈവസന്നിധിയിൽ ദൈവത്തെ മനോബോധത്തോടെ തിരിച്ചറിയുക. രണ്ടാമത്തെ കാര്യമാണ്, എനിക്കും നിനക്കും മധ്യേ ന്യായാധിപനായിരിക്കും. മൂന്നാമത്തെ കാര്യം, എൻ്റെ കാര്യം നോക്കുന്നു. അതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത. ദാവീദ് പറയുന്നടോ, എൻ്റെ കാര്യം കുറച്ച് നാളായിട്ട് നോക്കുന്നത് ആരാന്നറിയാമോ? എൻ്റെ അപ്പനല്ല, എൻ്റെ സ്പോൺസറല്ല, ഇവിടുത്തെ സർക്കാരല്ല, എൻ്റെ സഭക്കാരല്ല, പിന്നെ എൻ്റെ ജാതിയിലെ തലവന്മാരല്ല, എൻ്റെ കുടുംബയോഗക്കാരല്ല, എൻ്റെ പിള്ളേരുമല്ല, പിന്നെ ആരാടോ എൻ്റെ കാര്യം നോക്കുന്നേ? നിങ്ങളുടെ വാക്യത്തിലൊന്ന് പുകഴാൻ പറ്റുമോ? എത്ര പേർക്കെന്ന് പറയാൻ പറ്റും? കുറച്ച് നാളായിട്ട് എൻ്റെ കാര്യം നോക്കുന്നത് വേറെ ആരുമല്ല, എൻ്റെ വീട്ടുകാർ. എനിക്കൊരു ചിറകുടിഞ്ഞ് പോയതുപോലത്തെ സ്ഥിതി ഉണ്ടായപ്പോൾ അന്നൊക്കെ വന്ന് പലരും പറഞ്ഞു, മോള് പേടിക്കണ്ട, കുഞ്ഞ് പേടിക്കണ്ട, കുഞ്ഞിൻ്റെ കാര്യം ഞാൻ നോക്കിയോളാം, നിൻ്റെ കാര്യം ഞാൻ നോക്കിയോളാം. പലരും വന്ന് പറഞ്ഞില്ലേ? പിന്നെ ആ പോക്കങ്ങ് പോയിട്ട് പിന്നെ കണ്ടോ? ഫോൺ പോലും എടുത്തില്ല, പിന്നെ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. പക്ഷേ കഴിഞ്ഞ 10 വർഷമായി, 12 വർഷമായി, 13 വർഷമായി, 15 വർഷമായി, 20 വർഷമായി ആരാ നിങ്ങളുടെ കാര്യം നോക്കുന്നേ? ഞാനീ പറയുന്നത് ഗൗരവമായിട്ട് ചിന്തിക്കണം. സാധാരണ കേൾക്കുന്ന പോലെ കേട്ടുവിടരുത്. ആരാ നിൻ്റെ കാര്യം നോക്കുന്നത്? എല്ലാവരും ഉണ്ടായിരിക്കും, പക്ഷെ കാര്യം നോക്കാൻ ആരും കിട്ടില്ല. അവനവൻ്റെ കാര്യം നോക്കി നടക്കുകയുള്ളൂ. പക്ഷെ ദാവീദ് പറയുന്നു, ഞാൻ കാട്ടിൽ കിടക്കുമ്പോഴും, ഞാൻ വീട്ടിൽ കിടക്കുമ്പോഴും, ഞാൻ ശത്രുവിൻ്റെ ഭീഷണിയുടെ ചോട്ടിൽ കിടക്കുമ്പോഴും, ലോകത്തിൽ പലരും എനിക്കെതിരാകുമ്പോഴും എൻ്റെ കാര്യം നോക്കുന്നവൻ എൻ്റെ ദൈവമാണ്. ഇത് മൂന്നാമത്തെ കാര്യമാട്ടോ. നാലാമത്തെ കാര്യം ഇവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, വ്യവഹരിക്കുന്നവൻ. വ്യവഹാരം എന്ന് പറഞ്ഞാൽ ഒരു അഡ്വക്കേറ്റ് ചെയ്യുന്നത് പോലെയാണ്. കോടതി പോയി നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിക്കേണ്ടവരെ ബോധിപ്പിച്ച് അതിൻ്റെ തെളിവുകൾ കൊടുത്ത് അങ്ങനെയൊക്കെയാണല്ലോ വ്യവഹാരജ്ഞൻ ചെയ്യുന്നത്. ദൈവം മറ്റുള്ളവർക്ക് നിന്നെക്കുറിച്ച് തെറ്റിദ്ധാരണയും നിനക്കെതിരെ ഗൂഢാലോചനയൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ ദൈവം നിന്നെക്കുറിച്ച് അവരോട് പറയും, നീ വിചാരിക്കുന്നത് അതാ വ്യവഹാരം ചെയ്യുക എന്ന് പറഞ്ഞത് കേട്ടോ. എൻ്റെ കാര്യം നോക്കുക മാത്രമല്ല, എനിക്ക് വേണ്ടി വ്യവഹാരം ചെയ്യണമെങ്കിൽ എന്നെ നേരെ നിർത്താൻ, ഞാൻ അകത്ത് പോകാതിരിപ്പാൻ, ഞാൻ കുറ്റക്കാരനാകാതിരിക്കാൻ വേണ്ടി എനിക്ക് വേണ്ടി പക്ഷം പിടിച്ച് എൻ്റെ നല്ല കാര്യങ്ങളുടെ തെളിവുകൾ കൊടുത്ത് എന്നെ നിലനിർത്തുന്നതാണ് ഈ വ്യവഹാരം. അതും ദൈവം ചെയ്യുന്നു. അഞ്ചാമത്തത്, നിൻ്റെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, 5 കാര്യങ്ങൾ ദാവീദിന് വേണ്ടി ചെയ്യുന്നതിനെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത്. കഷ്ടതയുടെ നെല്ലിപ്പലക കണ്ട് കാട്ടിൽ കിടന്ന് നട്ടം കറങ്ങുമ്പോൾ
ഈ മനുഷ്യൻ തന്നെത്താൻ തലയിൽ കൈവച്ചിട്ട് എനിക്കാരുമില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കുകയല്ല. എൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള മനോനിർണയം 5 കാര്യങ്ങൾ പറയുന്നു. എൻ്റെ ദൈവം ന്യായാധിപനാണ്. അങ്ങ് ഒരു ബോർഡും വെച്ചുകൊണ്ടിരിക്കുന്നവനല്ല. എനിക്കും എൻ്റെ ശത്രുവിനും മധ്യേ ന്യായവിധി നടത്തുന്നവനാണ്. എൻ്റെ കാര്യം നോക്കുന്നവനാണ്. എനിക്ക് വേണ്ടി വ്യവഹാരം നടത്തുന്നവനാണ്. എന്നെ വിടിവിക്കുന്നവനാണ്. 5 കാര്യം ദൈവം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എൻ്റെ കാര്യം നോക്കുന്ന ദൈവം. പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തെ നിങ്ങൾക്ക് പിടികിട്ടുന്നോ? ഇന്നെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങളെ തിരിഞ്ഞു നോക്കാൻ ആരുമില്ല. ആരെൻ്റെ കാര്യം നടത്തും, എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം നടത്തും എന്നോർത്ത് വ്യാകുലപ്പെടുവാണോ? നിങ്ങളൊരു കാര്യം ചെയ്തേ, ബൈബിൾ എടുത്തിട്ട് 1 ശമൂവേൽ 24 അധ്യായത്തിൻ്റെ 15 വാക്യം. എന്നും ഇത് മൊബൈലിലൊക്കെ കേട്ടങ്ങ് വിടുമായിരിക്കും. ഇന്ന് ബൈബിൾ എടുക്കുക. 15 വാക്യം നന്നായിട്ടൊരു പേനയെടുത്ത് അടിവരയിട്. എന്നിട്ട് ആ കൈ വെച്ച വാക്യത്തിൽ വെച്ച് പ്രാർത്ഥിക്കുക. എൻ്റെ കാര്യം നോക്കാൻ എനിക്ക് ആരുമില്ല. എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം നോക്കാൻ ആരുമില്ല. ഞാനിവിടെ തനിച്ചുള്ളൂ. കണ്ണെത്താത്ത ദൂരത്ത് ബന്ധുക്കളിൽ നിന്ന് അകന്നൊരു അന്യനാട്ടിൽ കടന്ന് നീ ഇത് കേൾക്കുമ്പോൾ ബൈബിൾ എടുക്ക് സിസ്റ്റർ. അടിവരയിട്, കൈവയ്ക്ക്. ബ്രദറെ, അതിൽ കൈവയ്ക്ക്. എന്നിട്ട് പ്രാർത്ഥിക്കുക. ഞാനിവിടെ കുഴഞ്ഞു കിടക്കുക. എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. എൻ്റെ കാര്യം നോക്കാൻ എല്ലാവരും പണമാണ് ചോദിക്കുന്നത്. എൻ്റെ 10 രൂപയില്ല. എന്നെ വിടിവിക്കാൻ എനിക്കും ഇങ്ങേർക്കുമെതിരെ ഒന്ന് വ്യവഹാരം, എൻ്റെ ഭാഗമൊന്ന് ന്യായീകരിക്കാൻ ആരുമില്ല. എനിക്ക് വേണ്ടി ന്യായപാലനം ചെയ്യാൻ ആരുമില്ല. ഒരു ന്യായവിധി നടത്താൻ ആരുമില്ല. എൻ്റെ കർത്താവിൻ്റെ 5 ഗുണങ്ങൾ ഈ വാക്യത്തിൽ കാണുന്നു എന്ന് പറഞ്ഞ് കൈവച്ചേ. എന്നിട്ട് പ്രാർത്ഥിച്ചേ എൻ്റെ കാര്യം നോക്കാൻ. ഇന്ന് ഞാൻ എന്നെ തന്നെ അങ്ങയുടെ കയ്യിൽ തരികയെന്ന് പറഞ്ഞേ. തമ്പുരാൻ നിൻ്റെ കാര്യം നോക്കുന്നത് നിനക്ക് അനുഭവിക്കാൻ പറ്റും. അന്ന് മുതൽ ജീവിതം മാറും. ആരുമില്ലാത്തവരാണെങ്കിലും നിൻ്റെ കാര്യം, ഒറ്റയ്ക്ക് താമസിക്കുന്ന അമ്മമാരാരെങ്കിലും എന്നെ കേൾക്കുന്നോ? ദൈവമക്കൾ ആരെങ്കിലും കേൾക്കുന്നോ? കാലും വയ്യ, കൈയും വയ്യ, പുറത്തിറങ്ങാൻ വയ്യ. ആരെങ്കിലും വന്നിട്ടായിരിക്കും ഉപ്പും മുളകും പോലും മേടിച്ചു തരാനുള്ളത്. ഇന്ന് ദൈവത്തെ ഏൽപ്പിക്കുക. കാര്യം നോക്കുന്നൊരു ദൈവം. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കാട്ടിൽ അരയുന്ന കാലത്ത് മാത്രമല്ല, കൊട്ടാരത്തിൽ ജീവിക്കുന്ന കാലത്തും ഞങ്ങളുടെ കാര്യം നോക്കി നടത്താൻ, ഞങ്ങൾക്ക് വേണ്ടി വ്യവഹരിപ്പാൻ അങ്ങല്ലാതെ ആരുള്ളപ്പാ? ഇത് കേട്ട് ഈ വാക്യം സ്വന്തമാക്കി കൈവച്ച് പ്രാർത്ഥിക്കുന്ന ആരുണ്ടോ അവരെ കരുതിയേക്കണേ. പ്രാർത്ഥിക്കുന്നു. ഈ വാക്യത്തെ സ്വീകരിക്കുന്നവരെ അനുഗ്രഹിച്ചേക്കണേ. അവരുടെ കാര്യം നോക്കാൻ വേറെ ആരുമില്ല. അങ്ങ് സ്വർഗത്തിലിരുന്നുകൊണ്ട് അവരുടെ കാര്യം നോക്കണേ. അവരുടെ പിള്ളേരുടെ കാര്യം നോക്കണേ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.